നമ്മൾ ഡാമ്പിങ് എന്താന്നുള്ളത് കേൾക്കാം. ഡാമ്പിങ് അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും പല രീതിയിലുള്ള ഡാമ്പിങ്ങുകളെ കുറിച്ച്. ഫോർ എക്സാമ്പിൾ ട്യൂൺഡ് മാസ് ഡാമ്പർ, അങ്ങനെ പല തരത്തിലുള്ള ഡാമ്പേഴ്സ് ഉണ്ട് അല്ലെ. എന്താ ഡാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ ലോഡ് കൊടുത്താൽ അല്ലെങ്കിൽ വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വൈബ്രേഷനെ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വൈബ്രേഷനെ ഒഴിവാക്കുന്ന കൈൻഡ് ഓഫ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ആ ഒരു കമ്പോണന്റ് ആണ് ഡാമ്പിങ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം, റെസിസ്റ്റൻസ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഒരു സ്ട്രക്ചർ ഇപ്പൊ വൈബ്രേഷനിലാണെങ്കിൽ ആ സ്ട്രക്ചറിനെ വൈബ്രേഷൻ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആ വൈബ്രേഷൻ ഇല്ലാതാക്കുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ് നമുക്ക് ഡാമ്പിംഗ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമ്പിംഗ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് അഗെയിൻസ്റ്റ് ദ മോഷൻ ഓഫ് എ ബോഡി. ഓക്കെ, റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഒരു ബോഡി മോഷനിലാണെങ്കിൽ അതിന്റെ ആ ഒരു മോഷനെ സീറോയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിക്കാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡാമ്പിംഗ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് അഗെയിൻസ്റ്റ് ദ മോഷൻ ഓഫ് എ ബോഡി ഓർ ഇറ്റ് ഈസ് ദ ഡെസിപ്പേഷൻ ഓഫ് എനർജി. Due to this, the amplitude of vibration reduces gradually with time. അപ്പോൾ ഒരു സ്ട്രക്ചറിൽ ഡാമ്പിംഗ് ഇല്ലെങ്കിൽ, നോർമലി ഇപ്പൊ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന വൈബ്രേഷൻ അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന മൂവ്മെന്റ് സീറോയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു ടോയ് കാർ നമ്മൾ ഉരുട്ടി വിടുകയാണെന്ന് വിചാരിച്ചോ നിലത്തൂടെ. ഓക്കെ, അപ്പം നമ്മൾ ഇനീഷ്യലി ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, എന്നാൽ ആ ഫോഴ്സ് എപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അത് ഓടി ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാ? ഒരു പക്ഷേ ആ ഗ്രൗണ്ടിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടായിരിക്കാം. അതായത് അവിടെയുള്ള ആ ഒരു മൂവ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് അല്ലെ, ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം ആ സീറോയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരു സ്ട്രക്ചർ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വൈബ്രേഷൻ സ്ലോലി അത് ആ സീറോയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ എത്തിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മള് വേണമെങ്കിൽ ഒരു പെൻഡിലം കൺസിഡർ ചെയ്തു. ആ പെൻഡിലം നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. എന്നാൽ ഇപ്പൊ ആ ഒരു പെൻഡുലത്തിൽ ഡാമ്പിംഗ് എലമെന്റ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡാമ്പിങ്ങിന്റെ ഒരു എലമെന്റ് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഡാമ്പിംഗ് എലമെന്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈബ്രേഷനെ താരതമ്യേന കുറച്ച് അത് സീറോയിലേക്ക് കൊണ്ടുവരും, അതിനെ സീറോ ആക്കി നിർത്തും. അതായത് നോർമലി നിൽക്കുന്നതിനേക്കാളും കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ വൈബ്രേഷൻ സീറോയിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ എർത്ത് റെസിസ്റ്റന്റ് ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, വലിയ സ്ട്രക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ 100 നിലയൊക്കെയുള്ള കെട്ടിടമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡാമ്പിങ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പല രീതിയിൽ ഡാമ്പിങ്സ് പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എർത്ത് പ്രോൺ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ വൈബ്രേഷൻ, ഇപ്പൊ എർത്ത് ഒക്കെ കാരണം വൈബ്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സീറോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡാമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Damping is the resistance offered against the motion of a body, or it is the dissipation of energy. Due to this, the amplitude of vibration, ആ വൈബ്രേഷന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെ, ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് അതിലുണ്ടാകുന്ന വൈബ്രേഷൻ എന്ത് ചെയ്യും? reduces gradually with time. Damping forces depends on a number of factors and it is very difficult to quantify them. അപ്പോൾ damping force പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് അതിലേക്കൊക്കെ വരാം. The commonly used representation is viscous damping, where damping force Fd is equal to Cu. ഓക്കെ, Cu അല്ലെങ്കിൽ ഡാമ്പിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, U എന്ന് പറയുന്നത് വെലോസിറ്റി. ഓക്കെ, ഈ ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് C ഇൻറ്റു U സിംഗിൾ ഡോട്ട്. ഓക്കെ, അല്ലെങ്കിൽ U ഡോട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം U ഡോട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഇപ്പം നമ്മൾ യു എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ യുവിന് പകരം എക്സ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ യു അല്ലെങ്കിൽ എക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇപ്പൊ യു ഡോട്ട്, ഓക്കെ, അല്ലെങ്കിൽ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, അതായത് ഡി യു ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി യു ബൈ ഡി ടി. ഡി യു ബൈ ഡി ടി ആണ് കേട്ടോ, സോറി, ഡി യു ബൈ ഡി ടി അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അതിനെയാണ് നമ്മൾ യു ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഡോട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് വെലോസിറ്റി ആണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, യു ഡബിൾ ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയും. ദാറ്റ് ഈസ് ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ. അപ്പം യു അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്.
യു ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന വെലോസിറ്റി ആണ്. യു ഡബിൾ ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന ആക്സലറേഷൻ ആണ്. അപ്പം ഡാമ്പിംഗ് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഡി എന്ന് പറഞ്ഞിട്ടാണ്. എഫ് സഫിക്സ് ഡി എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പം അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ് സി എന്ന് പറയുന്നത്. യു എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. യു ഡോട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പം ഡാമ്പിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ഇൻറ്റു യു ഡോട്ട് എന്ന് പറയുന്നതാണ് ഡാമ്പിംഗ് ഫോഴ്സ്. ഓക്കെ, വേർ യു ഡോട്ട് അല്ലെങ്കിൽ വി ഡോട്ട് ഈസ് വെലോസിറ്റി ആൻഡ് സി ഈസ് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. ഇനി എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് എ ഡൈനാമിക് സിസ്റ്റം. അപ്പൊ ഡൈനാമിക് സിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു നോർമലി ഒരു ഡൈനാമിക് സിസ്റ്റം നമ്മൾ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എടുക്കുവാണെങ്കിൽ അതിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡൈനാമിക് കമ്പോണൻസ് എന്തൊക്കെയാണ്. അപ്പൊ ഒരു സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിന്റെ മാസ് എലമെന്റ് ഉണ്ട് അല്ലെ, അതിന്റെ വെയിറ്റ് ഉണ്ട്, അതിന്റെ ഓൺ വെയിറ്റ് ആവാം. ഓക്കെ, അങ്ങനെ അതിൽ വരുന്ന ഒരു മാസ് എലമെന്റ് ഉണ്ട് ഒരു ഡൈനാമിക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ. സിഗ്നിഫൈസ് ദ മാസ് ആൻഡ് ഇനേർഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്ട്രക്ചറൽ മാസ്. ഓക്കെ, അപ്പൊ മാസ് എലമെന്റ് ഉണ്ട്. അപ്പം അത് കാരണമുള്ള ഫോഴ്സിനെ നമുക്ക് എന്ത് പറയാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ഇനേഷ്യ ഫോഴ്സ് ആയിരുന്നു എം എ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എം ഇൻറ്റു യു ഡബിൾ ഡോട്ട് അല്ലെങ്കിൽ എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പം മാസ് എലമെന്റ് ഉണ്ടായിരിക്കും ഒരു ഡൈനാമിക് സിസ്റ്റത്തിൽ. പിന്നെ ഒരു സ്പ്രിംഗ് എലമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്പ്രിംഗ് എലമെന്റ് സിഗ്നിഫൈസ് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് stiffness characteristics, elastic force Ku of a structural system. അപ്പോൾ ഒരു സ്പ്രിംഗ് എലമെന്റ് ഉണ്ട്. ഓക്കെ, ഒരു സ്പ്രിംഗ് എലമെന്റ് ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്പ്രിംഗ് എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെൻ ബൈ സ്റ്റിഫ്നെസ് അല്ലെ. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ എന്നുള്ളത് അല്ലെ. ഓക്കെ, അതായത് കൂടുതൽ സ്റ്റിഫ് ആണെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഓഫ് സ്ട്രക്ചറൽ സിസ്റ്റം. അടുത്തത് ഡാമ്പിംഗ് എലമെന്റ് ഉണ്ട് ഒരു ഡൈനാമിക് സിസ്റ്റത്തിൽ. ഒരു ഡാമ്പിംഗ് എലമെന്റ്, ഡാമ്പിംഗ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു വൈബ്രേഷൻ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ആ എനർജി കുറച്ചിട്ട് അല്ലെങ്കിൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് സീറോയിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു റെസിസ്റ്റന്റ് ആ ഒരു വൈബ്രേഷൻ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഡാമ്പിംഗ് എലമെന്റ്. ഓക്കെ, സിഗ്നിഫൈസ് ദ എനർജി ഡിസിപ്പേഷൻ ക്യാരക്ടറിസ്റ്റിക്. ഡാമ്പിംഗ് ഫോഴ്സ് നമ്മൾ എങ്ങനെയാ പറഞ്ഞത്, സി ഇൻറ്റു എക്സ് ഡോട്ട് അല്ലെങ്കിൽ യു ഡോട്ട്. യു ഡോട്ട് എന്ന് പറയുന്ന വെലോസിറ്റി ആണ് ഓഫ് ദ സിസ്റ്റം. ഇനി അടുത്തൊരു എക്സ്റ്റേണൽ ഫോഴ്സും കൂടെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു മാസ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ മൂവ് ചെയ്യണമെങ്കിൽ അതില് ഒരു പക്ഷെ ഒരു ഇനീഷ്യൽ ഫോഴ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് വേണ്ടി വരുമായിരിക്കും. ഓക്കെ, അങ്ങനെ പുറത്തുനിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഈസ് റെപ്രസെന്റഡ് ബൈ എക്സൈറ്റേഷൻ ഫോഴ്സ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും, വിച്ച് ഈസ് ഒബ്വിയസ്ലി എ ഫംഗ്ഷൻ ഓഫ് ടൈം. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് ടു ടൈം വാരി ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം നമ്മൾ നോക്കുന്നത് എന്താണ്, ഡൈനാമിക് ഫോഴ്സിന്റെ കമ്പോണൻസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഡൈനാമിക് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്? ഒന്ന് മാസ് എലമെന്റ്, അതിലൊരു മാസ് ഉണ്ടായിരിക്കും. ഒരു സ്പ്രിംഗ് എലമെന്റ് ഉണ്ട് അല്ലെ, ഒരു പർട്ടിക്കുലർ സ്റ്റിഫ്നെസ് ഉള്ള ഒരു സ്പ്രിംഗ് എലമെന്റ് ഉണ്ടായിരിക്കും. ഒരു ഡാമ്പിംഗ് എലമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡാമ്പിംഗ് എന്തിനു വേണ്ടിയിട്ടാ, ആ വൈബ്രേഷൻ ആ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാകുമ്പോൾ സീറോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി. അതൊരു പക്ഷെ ഇനീഷ്യലി ആയിരിക്കും, സ്റ്റാർട്ടിങ്ങിൽ ഒരു വൈബ്രേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തില് കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ആവാം. അതായത് പുറത്തു നിന്ന് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാൻ കാരണം അത് ടൈം ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇനിയിപ്പം ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, യു അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, യു ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഡോട്ട്, ദാറ്റ് ഈസ് ഡി യു ബൈ ഡി ടി അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. യു ഡബിൾ ഡോട്ട് അല്ലെങ്കിൽ ഡി സ്ക്വയർ യു ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ഡബിൾ ഡോട്ട് ഓർ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഡൈനാമിക് സിസ്റ്റത്തിലുള്ള കമ്പോണൻസ്. ഓക്കെ, മാസ് എലമെന്റ് ഉണ്ട്, സ്പ്രിംഗ് എലമെന്റ് ഉണ്ട്, ഡാമ്പിംഗ് എലമെന്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, എങ്ങനെയാണ് മോഡലിൽ നമ്മൾ അത് കാണിക്കുക, ഇതിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെയാണ് വരിക. ഓക്കെ, ആ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇമ്പോർട്ടന്റ് ആണ്.
അതൊരു പക്ഷേ ചോദിക്കാവുന്നതാണ്. അപ്പം മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് എ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. അപ്പൊ ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഒരു ഡൈനാമിക് സിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്? ഒന്ന്, അതില് മാസ് എലമെന്റ് ഉണ്ട് അല്ലെ. അത് മാസ് എലമെന്റ് ആണ് ഇവിടെ കാണുന്നത്. എം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു റെക്ടാങ്കുലർ പോർഷൻ ആണ് മാസ് എലമെന്റ്. ഓക്കെ, അപ്പൊ ഒരു ഡൈനാമിക് സിസ്റ്റത്തിൽ മാസ് എലമെന്റ് കണ്ടു. ഇനി അടുത്ത് എന്തുണ്ട്? സ്റ്റിഫ്നെസ് ഉണ്ട് അല്ലെ. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എലമെന്റിന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ബീം വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ സ്പ്രിങ് തന്നെ ആയിക്കോട്ടെ, ഒരു സ്പ്രിങ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റിഫ്നെസ് ഉണ്ട് അല്ലെ. ഏത് കമ്പോണന്റ് ആണെങ്കിലും, ഇപ്പൊ ഒരു കോളം ആണെങ്കിൽ അതിനൊരു സ്റ്റിഫ്നെസ് ഉണ്ട്, ബീം ആണെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പൊ ഏത് കമ്പോണന്റ് വെച്ചിട്ടാണോ ആ ഒരു മാസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനൊരു പർട്ടിക്കുലർ സ്റ്റിഫ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ വൈബ്രേഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ആ ഒരു കമ്പോണന്റിന്റെ സ്റ്റിഫ്നെസ്. വളരെ സ്റ്റിഫ് ആയിട്ടുള്ളതാണെങ്കിൽ വൈബ്രേഷൻ കുറവായിരിക്കുമല്ലോ. അപ്പം ഏത് എലമെന്റുമായിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ കണക്ട് ചെയ്തിരിക്കുന്ന എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പം സ്റ്റിഫ്നെസ് കമ്പോണന്റ് ആയി, മാസ് കമ്പോണന്റ് പറഞ്ഞു. ഇനി അടുത്ത ഡാമ്പിംഗ് കമ്പോണന്റ് അല്ലെങ്കിൽ ഡാമ്പിംഗ് എലമെന്റ്. ഡാമ്പിങ്ങിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡാമ്പിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്കിവിടെ കാണാം, ഡാമ്പിങ്ങിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡാമ്പിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഡാമ്പിങ് എന്തിനു വേണ്ടിയിട്ടാ, അല്ലെ അതെന്താ ശരിക്കും ആക്ച്വലി ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു റെസിസ്റ്റൻസ് ആണ് അല്ലെ. വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ സീറോയിലേക്ക് അറസ്റ്റ് ചെയ്ത് സീറോയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഡാമ്പിംഗ് എലമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനിയുള്ളത് എന്താ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, പി ഓഫ് ടി അല്ലെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു കമ്പോണന്റ്. എക്സ്റ്റേണലി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് കമ്പോണന്റ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ 4 കമ്പോണന്റ്സ് നമ്മൾ പറഞ്ഞു: മാസ് കമ്പോണന്റ് അല്ലെങ്കിൽ മാസ് എലമെന്റ്, സ്പ്രിംഗ് എലമെന്റ്, ഡാമ്പിംഗ് എലമെന്റ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ കമ്പോണന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി. ഇപ്പൊ നമ്മൾ പഠിച്ച ആ കമ്പോണന്റ്സിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യും. ഇനി നമ്മൾ ഒരു ഇക്വേഷൻ ഓഫ് മോഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. എന്തായിരിക്കും ഇക്വേഷൻ ഓഫ് മോഷൻ വരിക എന്നുള്ളതാണ്. ഇനി അസ്യൂം ദാറ്റ് ദ എൻറ്റയർ മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസെൻട്രേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ ഹോൾ ബോഡിയുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നു അല്ലെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാവിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് താഴോട്ട് ആക്ട് ചെയ്യും. റോളർ കൺസ്ട്രെയിൻസ് ദ മൂവ്മെന്റ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഓക്കെ, പക്ഷെ അതിന്റെ താഴെ റോളർ ഉണ്ട്. അപ്പൊ റോളർ എന്താ ചെയ്യുന്നത്? ഒരു ഡയറക്ഷനിലേക്ക് മാത്രം മൂവ്മെന്റ് അലോ ചെയ്യുന്നു അല്ലെ. മാസ് താഴോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു, എന്നാൽ അതെന്ത് ചെയ്തിരിക്കുക? അറസ്റ്റ് ചെയ്തിട്ട് അവിടെയുള്ളത് താഴോട്ടേക്ക് അത് മൂവ് ചെയ്യില്ല. ഇവിടെ മൂവ്മെന്റ് അലോ ചെയ്തിട്ടുള്ള എങ്ങോട്ടേക്ക് മാത്രമാണ്? ഹൊറിസോണ്ടലി ആണ്, അതായത് വൺ ഡയറക്ഷനിലേക്ക് മാത്രമാണ് മൂവ്മെന്റ്സ് ഇതിന്റെ അകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കാണാം യു ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു മാസിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി അധികമായിട്ട് മാസ് ഉണ്ടായിരുന്നെങ്കിലോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടിയേനെ. ഓക്കെ, ഇപ്പം ഈ ഒരു മാസിന്റെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ഓരോ സമയത്തിലുള്ള ലൊക്കേഷൻസ് കാണിക്കാൻ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മതി. ഓക്കെ, അപ്പം റോളർ ഉണ്ട്. റോളർ എന്താ ചെയ്യുന്നത്? ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് ആ മൂവ്മെന്റിനെ ചുരുക്കുവാണ് ഇവിടെ ഈ ഒരു ഫിഗർ പ്രകാരം. ഓക്കെ, ഇനി മാസ് എലമെന്റിനെ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇനേഷ്യ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇനേഷ്യ ഫോഴ്സ് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എം എ എന്നുള്ളതാണ് അല്ലെ. അതായത് ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഇനീഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യാം. ഇനി അതിൽ ഉള്ളത് സ്പ്രിംഗ് എലമെന്റ് കെ. സ്പ്രിംഗ് എലമെന്റ് കെ എന്ന് പറയുന്ന റെപ്രസെന്റ് ഇലാസ്റ്റിക് റിസ്റ്റോറിംഗ് ഫോഴ്സ്. സ്പ്രിംഗിന്റെ ഫംഗ്ഷൻ എന്താ ആക്ച്വലി? ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാന്നുള്ളത് അല്ലെ. അതായത് റിസ്റ്റോർ ചെയ്യാനുള്ള ഫോഴ്സ് ആണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പ്രിംഗ് എലമെന്റ് കെ റെപ്രസെന്റ് ഇലാസ്റ്റിക് റിസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പൊ കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? അതിന്റെ ആ ഫോഴ്സ്, സ്പ്രിംഗിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എന്താ? ഇവിടെ ഇനേഷ്യ ഫോഴ്സ് നമ്മൾ പറഞ്ഞു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ കെ ഇൻറ്റു എന്തായിരിക്കും? കെ ഇൻറ്റു എന്തായിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്? എന്താ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ആണ് അല്ലെ. ഫോഴ്സ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ആണ് കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും, അതായത് കെ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അപ്പൊ സ്പ്രിംഗ് എലമെന്റ് കെ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇലാസ്റ്റിക് റിസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പം കെ ഇൻറ്റു ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പം എക്സ് ആണെങ്കിൽ കെ ഇൻറ്റു എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ യു ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ കെ ഇൻറ്റു യു എന്നായിരിക്കും റിസ്റ്റോറിംഗ് ഫോഴ്സിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനേഷ്യൽ ഫോഴ്സ് എം എ ആണ്, റിസ്റ്റോറിംഗ് ഫോഴ്സിന്റെ വാല്യൂ കെ ഇൻറ്റു എക്സ് ആണ്. ഇനി അടുത്തത്
ഡാമ്പിംഗ് ആണ്, ഡാഷ്പോട്ട് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. സി എന്ന് പറഞ്ഞ് നമ്മൾ ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതെന്താ സൂചിപ്പിക്കുന്നത്? എനർജി ഡിസിപ്പേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഫോഴ്സ് എന്തായിരിക്കും? ഡാമ്പിംഗ് ഫോഴ്സ് എന്തായിരിക്കും? ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഫോഴ്സ് നമ്മൾ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് നമ്മൾ സി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും അല്ലെ. ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് സി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ സി ഇൻറ്റു വെലോസിറ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സി ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ എക്സ് ഡോട്ട് അല്ലെ. എക്സ് ഡോട്ട് എന്ന് പറയുന്നത് എന്താ? ഡി എക്സ് ബൈ ഡി ടി ആണ്. അല്ലെങ്കിൽ സി ഇൻറ്റു യു ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഡാമ്പിങ്ങിന്റെ ഫോഴ്സ് എന്താണ്? സി ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ സി ഇൻറ്റു എക്സ് ഡോട്ട് അല്ലെങ്കിൽ യു ഡോട്ട് ആണ്. ഇനി അടുത്ത എക്സൈറ്റേഷൻ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. അത് പി ഓഫ് ടി എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിന്റെ കേസും ഇവിടെ പറഞ്ഞു, എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സും പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഒരു മാസ് ഉണ്ട്. അപ്പോൾ മാസിന്റെ എടുത്തു, മാസിലേക്ക് എക്സ്റ്റേണലി പി ഓഫ് ടി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അതിന് എന്താ ചെയ്യുന്നത്? ഇലാസ്റ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ആ സ്റ്റിഫ്നെസിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങനെയാ ആക്ട് ചെയ്യുന്നത്? ഇത് ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി എങ്കിൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്താ ചെയ്യുന്നത്? അതിനെ ഒപ്പോസ് ചെയ്യുന്നതാ ചെയ്യുന്നത് അല്ലെ. അതായത് ആ ഒരു മൂവ്മെന്റിനെ അല്ലെങ്കിൽ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റിനെ കുറയ്ക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഇലാസ്റ്റിക് ഫോഴ്സ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെയായിരിക്കും എഫ് ഇ അല്ലെങ്കിൽ ആ സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫോഴ്സ് ഓക്കെ ആക്ട് ചെയ്യുന്നത്. ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെ ആയിരിക്കും. ഇനി അടുത്ത ഡാമ്പിംഗ് ഫോഴ്സ് എന്ത് തന്നെയാണ്? നമ്മൾ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്നു, അത് ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണമുള്ള വൈബ്രേഷനെ സീറോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡാമ്പിംഗ് ഫോഴ്സ് ശ്രമിക്കുന്നത്. അപ്പൊ ഇത് കാരണമുള്ള വൈബ്രേഷൻ ടുവേർഡ്സ് റൈറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഡാമ്പിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? എക്സ്റ്റേണലി ആക്ട് ചെയ്ത ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതേപോലെ മാസ് കാരണം മാസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇനേഷ്യൽ ഫോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെയും നമുക്ക് ഇനേഷ്യൽ ഫോഴ്സ് എന്ത് ചെയ്യാം? ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെ റെപ്രസെന്റ് ചെയ്യാം. അപ്പം എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ലോഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലാസ്റ്റിക് ഫോഴ്സും ഇനേഷ്യൽ ഫോഴ്സും ഡാമ്പിംഗ് ഫോഴ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രം ഈ രീതിയിൽ ഒരു മാസ് ഉണ്ട്, അതിലേക്ക് എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന എക്സൈറ്റിംഗ് ഫോഴ്സ് പി ഓഫ് ടി അല്ലെങ്കിൽ എഫ് ഓഫ് ടി ഉണ്ട്. അതുപോലെ സ്പ്രിംഗ് ഫോഴ്സ് നമുക്ക് വേണമെങ്കിൽ എഫ് എസ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഫോഴ്സ് എഫ് ഇ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആക്ട് ചെയ്യുന്നു. ഇനേഷ്യ ഫോഴ്സ് എഫ് ഐ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം, അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആക്ട് ചെയ്യുന്നു. ഡാമ്പിംഗ് ഫോഴ്സ് ഇതെല്ലാം ഈ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ്. ഓക്കെ, ഹിയർ ദ സിസ്റ്റം ഈസ് ഇൻ മോഷൻ. ഓക്കെ, ബൈ ഡൈനാമിക് ഇക്വിലിബ്രിയം. ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെ, റിസൾട്ടന്റ് ഫോഴ്സ് പ്ലസ് ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു 0 എന്നുള്ളതാ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഒരു ഫോഴ്സ് മാത്രം, അതായത് എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാത്രം ടുവേർഡ്സ് റൈറ്റും മറ്റുള്ള ഫോഴ്സസ് എല്ലാം ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോഴ്സസിന്റെ ഒക്കെ സം എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പം എഴുതി കഴിഞ്ഞാൽ മൈനസ് എഫ് ഐ മൈനസ് എഫ് ഡി, ഓക്കെ, ഇത് ഡാമ്പിംഗ് ഫോഴ്സ് ഇനേഷ്യൽ ഫോഴ്സ്, മൈനസ് എഫ് ഇ അതായത് സ്പ്രിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഫോഴ്സ്, പ്ലസ് പി ഓഫ് ടി അല്ലെങ്കിൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ ഇതിൽ പി ഓഫ് ടി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും? എല്ലാം മൈനസ് ആവും. മൈനസ് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? എഫ് ഐ പ്ലസ് എഫ് ഡി പ്ലസ് എഫ് ഇ ഈസ് ഈക്വൽ ടു പി ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം പ്ലസ്സിലാവും. ഇനി എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ മാസ് ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് യു ഡബിൾ ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അപ്പം എഫ് ഐ എന്ന് പറയുന്നത് ഇനേഷ്യ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എം ഇൻറ്റു യു ഡബിൾ ഡോട്ട് പ്ലസ് ഡാമ്പിംഗ് ഫോഴ്സ് ഓൾറെഡി പറഞ്ഞു, ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. അപ്പം സി ഇൻറ്റു യു ഡോട്ട് പ്ലസ് സ്റ്റിഫ്നെസിന്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഫോഴ്സ്, അപ്പം കെ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അപ്പൊ കെ ഇൻറ്റു എക്സ് അല്ലെങ്കിൽ കെ ഇൻറ്റു യു ഈസ് ഈക്വൽ ടു പി ഓഫ് ടി. എക്സ് ഓഫ് എക്സൈറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് പി ഓഫ് ടി ആണ്. അപ്പൊ ഇതാണ് നമ്മളെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡാമ്പിങ്ങും സ്പ്രിംഗ് എലമെന്റ്സും എല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഒരു ഡൈനാമിക് സിസ്റ്റത്തിലുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, ഒരു ഡൈനാമിക് സിസ്റ്റത്തിലുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. അപ്പൊ അതിൽ എക്സൈറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും, ഒരു മാസ് എലമെന്റ് ഉണ്ടാവും, ഡാമ്പിംഗ് എലമെന്റ് ഉണ്ടാവും, സ്പ്രിംഗ് എലമെന്റ് ഉണ്ടാവും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഡൈനാമിക്
ലോഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലെ ഒരു എക്സൈറ്റേഷൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അവിടെ അത് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഫോഴ്സസിന്റെ സം ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഈ രീതിയിലായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിന്റെ കമ്പോണൻസ്, ഇതിന്റെ ഓരോ ഫോഴ്സസ് ഈ ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഈസ് ദ ജനറൽ ഗവേണിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. ഇറ്റ് ഈസ് എ ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. അതായത് ഇവിടെ നമുക്കറിയാം യു ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എന്താ, ഡി യു സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഡി എക്സ് സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ആണ്. അതായത് സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അടുത്ത ഫ്രീ വൈബ്രേഷൻ. എന്താണ് ഫ്രീ വൈബ്രേഷൻ, അതുപോലെ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ നോക്കാം. ഓക്കെ, വൈബ്രേഷൻ occurring in the absence of an external force is called free or natural vibration. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആബ്സെൻസിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻ, അതായത് ഇപ്പം ജസ്റ്റ് ഒരു വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം മതി ഒരു ഫോഴ്സ് അല്ലെ. ഇപ്പം ഓൾറെഡി പെൻഡുലത്തിന്റെ കേസ് പറഞ്ഞു, ഒരു ക്ലോക്കിലുള്ള ഒരു പെൻഡുലം, അതിനൊരു ഇനീഷ്യൽ ഫോഴ്സ് കൊടുത്താൽ അത് എന്ത് ചെയ്യും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പ്രാവശ്യവും അത് ഓസിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അത് ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? വേണ്ട, ഒരു പ്രാവശ്യം ഇനീഷ്യലി കൊടുത്താൽ മതി. അപ്പം അതൊരു ഫ്രീ വൈബ്രേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്താ അപ്പൊ ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ ഒരു ഫോഴ്സ് മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ള വൈബ്രേഷനൊക്കെ അത് താനെ ആയിക്കോളും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വൈബ്രേഷൻ ഒക്കറിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ external force is called free or natural vibration. An initial disturbance is given to the system causes the vibration. അപ്പോൾ ഇനീഷ്യലി ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, വൈബ്രേഷൻ കോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇനീഷ്യലി ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ചെറിയൊരു ഫോഴ്സ് മാത്രം മതി, പിന്നീട് ആ സിസ്റ്റത്തിലെ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതിനാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് അത് വൈബ്രേറ്റ് ചെയ്യും, ജസ്റ്റ് ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഒരു ഫോഴ്സ് മാത്രം മതി, കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് ആ ഒരു വൈബ്രേഷനിൽ ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഫോഴ്സ് വൈബ്രേഷൻ. അപ്പൊ നമുക്ക് ആ പേര് തന്നെ അറിയാം, ഫ്രീ വൈബ്രേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ആ വൈബ്രേഷന്റെ എൻറ്റയർ ടൈമിലും എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെ. എക്സൈറ്റിംഗ് ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം ഡ്യൂറിങ് ദ എൻറ്റയർ ടൈം ഓഫ് വൈബ്രേഷൻ. ആ വൈബ്രേഷൻ എത്ര സമയം നിലനിൽക്കുന്നോ അത്രയും സമയം ആ ഒരു എക്സൈറ്റിംഗ് ഫോഴ്സ് അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് പി ഓഫ് ടി ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എഫ് ഓഫ് ടി 0 അല്ല എന്നുള്ള കൺസെപ്റ്റ് ആണ് ആ സിസ്റ്റത്തിൽ. ഒരു ഇനീഷ്യൽ ഫോഴ്സ് മാത്രം പോരാ, അതിനെ വൈബ്രേഷനിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഒരു സ്ട്രക്ചർ വൈബ്രേഷനിലാവുകയാണെങ്കിൽ ആ ഒരു വൈബ്രേഷൻ പറയുന്നതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡാമ്പിംഗ് എന്താന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. The resistance offered against the motion of a body is called damping or it is the dissipation of energy. Okay, ഇനി എന്താണ് അൺഡാംപ്ഡ് വൈബ്രേഷൻ? ഇപ്പൊ ഒരു വൈബ്രേഷൻ്റെ അകത്ത് ഡാമ്പിംഗ് എലമെന്റ് ഇല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ അൺഡാംപ്ഡ് വൈബ്രേഷൻ എന്നാ പറയാം. If there is no damping element in the system, okay, no energy is lost or dissipated in friction or other resisting element, then the vibration is termed as undamped vibration. അതായത് ഇപ്പൊ ഫ്രിക്ഷൻ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമ്പിംഗ് എലമെന്റ് ഒരു സ്ട്രക്ചറിൽ ഇല്ല, അല്ലെങ്കിൽ ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൊണ്ടുവരുന്ന ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റിംഗ് എലമെന്റ് ഒരു സ്ട്രക്ചറിൽ ഇല്ല വൈബ്രേറ്റ് ആകുമ്പോൾ എന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ്രേഷൻ നമ്മൾ അൺഡാംപ്ഡ് വൈബ്രേഷൻ എന്നാ പറയാം. അതായത് ഡാമ്പിംഗ് എലമെന്റ് ഇല്ലാത്ത വൈബ്രേഷൻ അൺഡാംപ്ഡ് വൈബ്രേഷൻ എന്നാ പറയാം. അതുപോലെ ഡാമ്പിംഗ് എലമെന്റ് ഉള്ള വൈബ്രേഷൻ, ഓക്കെ, അതിനെ ഡാംപ്ഡ് വൈബ്രേഷൻ എന്നാ പറയാം. ഇഫ് ദ വൈബ്രേറ്ററി സിസ്റ്റം ഹാസ് എ ഡാമ്പർ, ഓക്കെ, ഡാമ്പിംഗ് എലമെന്റിന് പറയുന്ന പേര് ഡാമ്പർ എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു പല ടൈപ്പ് ഓഫ് ഡാമ്പേഴ്സ് ഉണ്ട്, വിസ്കസ് ഡാമ്പർ, അതുപോലെ ട്യൂൺഡ് മാസ് ഡാമ്പർ, ഓക്കെ, അങ്ങനെ പല ഡാമ്പേഴ്സ് ഉണ്ട്. If the vibratory system has a damper, the motion of the system will be opposed by it, okay, opposed by it.
and the energy opposed will be opposed by it, and the energy of the system will be dissipated in friction or other resisting forces. This type of vibration is called damped vibration. Clear ആയി വിചാരിക്കുന്നു. അൺഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഡാമിങ് എലമെന്റ് ഇല്ല. ഓക്കെ, അതായത് അവിടെയുള്ള വൈബ്രേഷനെ റെസിസ്റ്റ് ചെയ്ത് സീറോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു എലമെന്റും അവിടെ ഇല്ല. ഓക്കെ, ഡാംഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡാമിങ് എലമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷണൽ എലമെന്റ് അവിടെ ഉണ്ട്, അതിനെ സീറോയിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വൈബ്രേഷൻ ആണ് ഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്.